Good morning, students. In the last class, we discussed about the hosting. What do you mean by web hosting? A web hosting service is a kind of service through which one gets space on a server for a website. നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കിട്ടുന്ന ഒരു സ്പേസ് ആണ് സെർവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് വെബ് ഹോസ്റ്റിംഗ് സർവീസ് എന്ന് പറയാം. ഈ വെബ് ഹോസ്റ്റിംഗ് സർവീസ് വെച്ചിട്ട് ഒരു സെർവറിന്റെ പ്രൊവൈഡ് ചെയ്യുന്ന സെർവർ വെച്ചിട്ടാണ് നമ്മൾ വെബ് ഹോസ്റ്റിംഗ് ചെയ്യുന്നത്. ഈച്ച് സെർവർ ഹാസ് ഇറ്റ്സ് ഓൺ IP അഡ്രസ് ഉണ്ടാവും. ഈ IP അഡ്രസ് എന്ന് പറയുന്നത് നമുക്ക് റിമെമ്പർ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആണ്. സോ നമ്മൾ അതിനൊരു ഡൊമൈൻ നെയിം, ഈ IP അഡ്രസ്സിന് ഒരു ഡൊമൈൻ നെയിം കൊടുക്കും. ആ ഡൊമൈൻ നെയിം വെച്ചിട്ടാണ് നമ്മൾ ഈ സെർവർ വെബ് ഹോസ്റ്റിംഗ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ടുഡേ വി ആർ ഗോയിങ് ടു study about the types of hosting. The following are different types of web hosting. First one, shared hosting. In shared hosting, the hosting company put thousands of websites on the same physical server. നമുക്കറിയാം വേർഡ് മീനിങ് പോലെ തന്നെ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഷെയർഡ് ഹോസ്റ്റിംഗിൽ മോർ ദാൻ thousands of വെബ്സൈറ്റ് സെയിം ഫിസിക്കൽ സെർവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈച്ച് കസ്റ്റമർ ഹാസ് ദെയർ ഓൺ അലോക്കേഷൻ ഓഫ് ഫിസിക്കൽ വെബ് സ്പേസ് ആൻഡ് എ സെറ്റ് ഓഫ് ബാൻഡ്വിഡ്ത്ത് ലിമിറ്റ്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും അതിന് ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ വെബ് സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു ബാൻഡ്വിഡ്ത്ത് ലിമിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. As all websites share the same physical memory, website on the server experiencing high traffic load will affect performance of all websites on the server. അപ്പോൾ നമ്മളിങ്ങനെ സെയിം ഫിസിക്കൽ മെമ്മറി ആണ് ഷെയർഡ് ഹോസ്റ്റിംഗിൽ വരുന്നത്. അപ്പോൾ സെയിം ഫിസിക്കൽ മെമ്മറി എല്ലാ വെബ്സൈറ്റ്സും ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു ട്രാഫിക് ലോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ കോമൺ ആയിട്ട് ഒരു ഫിസിക്കൽ സെർവർ thousands ഓഫ് വെബ്സൈറ്റ് ഷെയർ ചെയ്യുന്നു. അങ്ങനെയുള്ള ടൈപ്പിലുള്ള ഹോസ്റ്റിംഗ് ആണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വിർച്വൽ പ്രൈവറ്റ് സെർവർ, VPS എന്ന് പറയും, അല്ലെങ്കിൽ വിർച്വൽ പ്രൈവറ്റ് സെർവേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വിർച്വൽ ഡെഡിക്കേറ്റഡ് സെർവർ. ദിസ് ഈസ് പാർട്ടീഷൻഡ് ഇൻ ടു സ്മോളർ സെർവേഴ്സ്. നമ്മളൊരു സെർവർ ഉണ്ടാവും, ആ സെർവറിനെ വേറെ കുറച്ച് സ്മോളർ സെർവേഴ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാണ്. ഇൻ ദിസ് കസ്റ്റമർ ഈസ് ഗിവൺ ദെയർ ഓൺ പാർട്ടീഷൻ വിച്ച് ഈസ് ഇൻസ്റ്റാൾഡ് വിത്ത് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓരോ കസ്റ്റമർക്കും ഈ സ്മോൾ സെർവേഴ്സിന്റെ ഒരു പാർട്ടീഷൻ കൊടുക്കുന്നു. അവരത് ഇൻസ്റ്റാൾ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു പാർട്ടീഷനിൽ വർക്ക് ചെയ്യുന്നു. Unlike shared hosting, VPS does not share memory or processor time. Rather, it allocates certain amount of memory and CPU to use, which means that any problem on a VPS partition on the same drive will not affect other VPS customers. അപ്പോൾ നമ്മൾ ഷെയർഡ് ഹോസ്റ്റിംഗിൽ പറഞ്ഞു, ഷെയർഡ് ഹോസ്റ്റിംഗിൽ ഒരു മെമ്മറിയാണ് അല്ലെങ്കിൽ പ്രോസസ് ടൈം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രാഫിക് ലോഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇൻ വിർച്വൽ പ്രൈവറ്റ് സെർവർ നമുക്ക് ഉള്ള സെർവറിനെ, ഒരു വൺ സെർവർ ഉണ്ടെങ്കിൽ ആ സെർവറിനെ പാർട്ടീഷൻ ചെയ്ത് സ്മോളർ സെർവേഴ്സ് ആക്കി ഓരോ കസ്റ്റമേഴ്സിനും ഓരോ സ്മോളർ സെർവേഴ്സ് ആണ് പാർട്ടീഷൻ ചെയ്ത് അലോക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു മെമ്മറി ഷെയറിംഗ് വരുന്നില്ല, പ്രോസസർ ടൈം ഷെയർ ചെയ്യുന്നില്ല. സോ ഒരു എമൗണ്ട് ഓഫ് മെമ്മറി ആൻഡ് CPU ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ സെയിം ഡ്രൈവിൽ മറ്റ് VPS കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഒരു VPS പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു VPS കസ്റ്റമറിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു VPS കസ്റ്റമറിന് പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നാൽ തന്നെ ആ VPS സെർവറിന് മാത്രമായിരിക്കും അത് എഫക്ട് ചെയ്യുള്ളൂ. ബാക്കിയുള്ള VPS കസ്റ്റമേഴ്സിനൊക്കെ റൺ ചെയ്യാനായിട്ട് പറ്റും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്ന ഡെഡിക്കേറ്റഡ് സെർവർ. ഇൻ ദിസ് കൈൻഡ് ഓഫ് ഹോസ്റ്റിംഗ്, സിംഗിൾ ഡെഡിക്കേറ്റഡ് സെർവർ ഈസ് സെറ്റപ്പ് ഫോർ ജസ്റ്റ് വൺ കസ്റ്റമർ. ഓരോ കസ്റ്റമറിനും ഓരോ പർട്ടിക്കുലർ സിംഗിൾ ഡെഡിക്കേറ്റഡ് സെർവർ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. It is commonly used by the business that need the power, control and security that a dedicated server offers. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്നവർക്കാണ് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് സെർവർ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഡെഡിക്കേറ്റഡ് സെർവറിൽ ഒരു സിംഗിൾ സെർവർ ഓരോ കസ്റ്റമറിനും നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അത്രയും മെമ്മറി സ്പേസും CPU അലോക്കേഷൻ ടൈമൊക്കെ കൂടുതലായിട്ട് ഇൻഡിവിജ്വലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന റീസെല്ലർ ഹോസ്റ്റിംഗ്. A reseller acts as a middleman and sells hosting space of someone else server. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഒരു കസ്റ്റമറിന് ഒരു സെർവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സർവീസിന് നമ്മൾ അവരുടെ ഒരു ഹെൽപ്പ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ റീസെല്ലർ എന്ന് പറയുന്ന ആ റീസെല്ലർ ഒരു മിഡിൽ മാൻ ആണ്. ജസ്റ്റ് ഒരു ഇന്ററാക്ട് ചെയ്തിട്ട് ആ റീസെല്ലറുമായിട്ട് നമ്മൾ അയാളുടെ ഒരു ഹോസ്റ്റിംഗ് സ്പേസ്, ഏതെങ്കിലും ഒരു സെർവറിന്റെ ഹോസ്റ്റിംഗ് സ്പേസ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരുന്നു. അപ്പോൾ അങ്ങനെ റീസെല്ലർ ഹോസ്റ്റിംഗ് വഴിയും നമുക്ക് വെബ് ഹോസ്റ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്ന ഗ്രിഡ് ഹോസ്റ്റിംഗ് ആണ്.
Instead of utilizing one server, grid hosting spreads resources over a large number of servers. It is quite stable and flexible. അപ്പോൾ നമ്മൾ ഒരു സെർവർ യൂട്ടിലൈസ് ചെയ്യുന്നതിന് പകരം ഗ്രിഡ് ഹോസ്റ്റിംഗിൽ ലാർജ് നമ്പർ ഓഫ് സെർവേഴ്സ് യൂസ് ചെയ്യാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ മോർ ഫ്ലെക്സിബിൾ ആൻഡ് സ്റ്റേബിൾ ആയിരിക്കും. ദ സെർവേഴ്സ് ക്യാൻ ബി ആഡഡ് ഓർ ടേക്കൺ അവേ ഫ്രം ദ ഗ്രിഡ് വിത്തൗട്ട് ക്രാഷിംഗ് ദ സിസ്റ്റം. അപ്പോൾ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഓഫ് സെർവേഴ്സ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോർ ദാൻ വൺ ലാർജ് നമ്പർ ഓഫ് സെർവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ഗ്രിഡിൽ ഡിസ്പ്ലേ ചെയ്യാണ്. അപ്പോൾ ആ ഗ്രിഡിൽ നമുക്ക് ക്രാഷ് ചെയ്യാണ്ട് തന്നെ ഓരോ സെർവേഴ്സിനെ ഫ്രീ ആയിട്ടുള്ള സെർവേഴ്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഷെയർഡ് ഹോസ്റ്റിംഗ്, വിർച്വൽ പ്രൈവറ്റ് സെർവർ, ഡെഡിക്കേറ്റഡ് സെർവർ, റീസെലർ ഹോസ്റ്റിംഗ്, ദെൻ ലാസ്റ്റ് വൺ ഗ്രിഡ് ഹോസ്റ്റിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ഡൊമൈൻ സ്ട്രാറ്റജീസ്. നമ്മൾ പറഞ്ഞു ഓരോ സെർവറിനും ഓരോ IP അഡ്രസ് ഉണ്ട്. ആ IP അഡ്രസ്സ് ഓരോ ഡൊമൈൻ വെച്ചിട്ടാണ് നമ്മൾ പർട്ടിക്കുലർ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഡൊമൈൻ എന്ന് നോക്കാം. ഫൈൻഡിങ് ദ റൈറ്റ് ഡൊമൈൻ നെയിം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ലോഞ്ചിങ് ന്യൂ വെബ്സൈറ്റ്. അപ്പോൾ നമുക്കൊരു ഡൊമൈൻ നെയിം ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഫസ്റ്റിലെ ഒരു മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഡൊമൈൻ നെയിം ഫൈൻഡ് ചെയ്യാന്നുള്ളത്. ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ വെബ്സൈറ്റ് ആൻഡ് ഡൊമൈൻ നെയിം. There are 2 main strategies for choosing a domain name. നമുക്ക് വെബ്സൈറ്റും ഡൊമൈൻ നെയിമുമായിട്ട് പ്രത്യേകത നമുക്ക് there is a connection. So there are 2 main strategies for choosing a domain name. നമ്മൾ ഒരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. ഫസ്റ്റ് യൂസ് എ .com. നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ www. ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ flipkart.com, അങ്ങനെ .com എന്നുള്ള ഒരു പോർഷനാണ് ഡൊമൈൻ നെയിം ആയിട്ട് കൊടുക്കുക. മെജോറിറ്റി ഓഫ് പീപ്പിൾ ഓൾവേസ് യൂസ് .com പോർഷൻ ഓഫ് എ ഡൊമൈൻ നെയിം. .com എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. വെൻ സംവൺ സീസ് റിസൾട്ട് ഇൻ ദ സെർച്ച് എഞ്ചിൻസ് ദർ ഈസ് ഓൾസോ ആൻ ഇൻഹറന്റ് ട്രസ്റ്റ് ഗിവൻ ടു എ .com. .com എന്നുള്ളതാണ് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് .com എന്ന് വരിക. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസിലും നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് .com ആണ്. ദെൻ നമുക്ക് ഒരു വെബ്സൈറ്റ് ഒരു ഡൊമൈൻ നെയിം ലോഞ്ച് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അവോയ്ഡ് ട്രേഡ് മാർക്സ്. നെവർ ഇൻക്ലൂഡ് അതർ ട്രേഡ് മാർക്ക് ഓർ ഈവൻ ബീയിങ് ക്ലോസ് ടു ദാറ്റ് ക്യാൻ ബി ആൻ എക്സ്ട്രീംലി ഡേഞ്ചറസ് ഡൊമൈൻ ഓൺ ദ വെബ്. നമുക്ക് ഇപ്പോൾ ചില പർട്ടിക്കുലർ കമ്പനിക്ക് അവരുടേതായ ഒരു ട്രേഡ് മാർക്ക് ഉണ്ടാവും. അപ്പോൾ അത് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിനൊരു ഡൊമൈൻ മാച്ച് ആയിട്ട് ചെയ്യാൻ നോക്കരുത്. അങ്ങനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യരുത്. കാരണം ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോബ്ലംസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ട്രേഡ് മാർക്സ് എപ്പോഴും അവോയ്ഡ് ചെയ്യാം. If you are making an Apple review site, it might be tempting to use something like iPhoneReviews.com, but you will find it if your site becomes at all popular, you will be facing legal charges. It is best to avoid this altogether. ഇപ്പോൾ ആപ്പിളിൻ്റെ സൈറ്റിലൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഐഫോൺ റിവ്യൂസ് ഒക്കെ ആയിരിക്കും നോർമലി വരുന്നത്. അപ്പോൾ നമ്മൾ അത് മാച്ചുമായിട്ട് ആപ്പിൾ മാച്ചുമായിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം ഒക്കെ കൊടുക്കുവാണെങ്കിൽ ലീഗൽ ചാർജസ് വരും. കാരണം അത് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ലീഗലി കുറേ ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രേഡ് മാർക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോണ്ട് യൂസ് ഡാഷസ് ഓർ നമ്പേഴ്സ്. നമ്മൾ നമ്പേഴ്സ് അതുപോലെ ഇൻറ്റിജർ ആയിട്ടുള്ള നമ്പേഴ്സ്, ഡാഷസ്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും നമ്മൾ ഈ ഡൊമൈൻ നെയിമിൽ യൂസ് ചെയ്യില്ല. സംടൈംസ് ഇറ്റ് സീംസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഫൈൻഡ് ദ .com ഡൊമൈൻ നെയിം ദാറ്റ് സ്യൂട്ട്സ് അവർ നീഡ്സ്. Even in that case, it is not advisable to use domain names with dashes or numbers, which will ultimately dissatisfy വെബ് യൂസേഴ്സ് ആൻഡ് ഓൾസോ സെർച്ച് എഞ്ചിൻസ്. ഇപ്പം നമ്മൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല www.123.com അങ്ങനെയൊന്നും സൈറ്റുകളില്ല. കാരണം വെറുതെ നമ്പേഴ്സോ ഡാഷസോ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് പീപ്പിളിന് ഇമ്പോസിബിൾ ആയിരിക്കും പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പീപ്പിളുമായിട്ട് കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് മെയിനായിട്ട് വെബ്സൈറ്റ് ക്രിയേഷൻ കൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡാഷസ് നമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ട് ഡൊമൈൻ നെയിം ക്രിയേറ്റ് ചെയ്യരുത്. ഇറ്റ് ഓൾസോ മേക്സ് ഡിഫിക്കൽട്ട് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് ഡൊമൈൻ. ഡൊമൈൻ എന്താണെന്നുള്ളത് പീപ്പിൾസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രാൻഡബിൾ ഡൊമൈൻ. എ ബ്രാൻഡബിൾ ഡൊമൈൻ നെയിം ഈസ് എ ക്ലെവർ ഓർ യൂണിക് വേർഡ് ദാറ്റ് ഈസ് ഡിഫറെന്റ് ഇനഫ് ടു മേക്ക് ആൻ ഇംപ്രഷൻ. എപ്പോഴും ഒരു കറക്റ്റ് ബ്രാൻഡബിൾ ആയിട്ടുള്ള ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും ഒരു നല്ല ഇംപ്രഷൻ തരിക. ഫോർ എക്സാമ്പിൾ, യു ആർ മേക്കിംഗ് എ വെബ്സൈറ്റ് അബൌട്ട് എ ഗ്രേറ്റ് ന്യൂ ടോയ്ലറ്റ് പേപ്പർ. അസ്യൂമിംഗ് ദിസ് ഡിഡ് നോട്ട് ഓൾറെഡി എക്സിസ്റ്റ്, എ ഗ്രേറ്റ് ബ്രാൻഡബിൾ നെയിം മൈറ്റ് ബി charmin.com. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മളൊരു ടോയ്ലറ്റ് പേപ്പർ എന്തെങ്കിലും ഒരു ഇതാണ്, അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിമായിട്ട് charmin.com എന്ന് കൊടുത്താൽ അതൊരു കേൾക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡബിൾ ആയിട്ടുള്ള നെയിമാണ്. ദിസ് ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബീങ് ഷോർട്ട്, ഇറ്റ് ഫീൽസ് സോഫ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി ഈസ് മോസ്റ്റ് ലൈക്ലി അവൈലബിൾ ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ നമുക്ക് വേറെ ആരും യൂസ് ചെയ്യാത്തതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് എളുപ്പമായിരിക്കും. നമ്മുടെ രജിസ്ട്രേഷൻ പെട്ടെന്ന് നമുക്ക് പോസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഫീൽസ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു
നെയിമാണ്, അധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നെയിം അല്ല, എന്ന ഒരു ബ്രാൻഡബിൾ നെയിമുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നെയിം ആയിട്ടായിരിക്കും ചൂസ് ചെയ്യേണ്ടത്. ഇൻ ജനറൽ യു വാണ്ട് ടു കീപ് യുവർ ബ്രാൻഡബിൾ ഡൊമൈൻസ് ആസ് ഷോർട്ട് ആസ് പോസിബിൾ ആൻഡ് റീസണബിളി ലൈക്ക് എ വേർഡ്. ഒറ്റ വേർഡിൽ നമ്മൾ നമ്മളുടെ ഡൊമൈൻ നെയിമിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബ്രാൻഡബിൾ ഡൊമൈൻസ് എത്രയും ഷോർട്ട് ആക്കാമോ അത്രയും ഷോർട്ടായിട്ട് യൂസ് ചെയ്യുക. വലിയൊരു സെന്റൻസ് ഒന്നും ഒരിക്കലും നമ്മൾ ഡൊമൈൻ നെയിമിന് കൊടുത്ത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഷോർട്ടാക്കി ഒരു ഒറ്റ വേർഡിൽ ഡൊമൈൻ നെയിം കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്കവറബിൾ ഡൊമൈൻസ്. എ ഡിസ്കവറബിൾ ഡൊമൈൻ റിഫേഴ്സ് ടു വൺ ദാറ്റ് കീവേഡ് ഈസ് റിച്ച്. ഡിസ്കവറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡൊമൈൻ ആണെങ്കിൽ കുറച്ചും കൂടെ അങ്ങനെയുള്ള കീവേഡ്സുകളായിരിക്കും റിച്ച് ആയിട്ടുണ്ടാവുക. For our previous example of toilet paper, a great discoverable domain would be toiletpaper.com. നമ്മൾ ടോയ്ലറ്റ് പേപ്പർ എന്നുള്ളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് മാച്ച് ആയിട്ടുള്ള ഡൊമൈൻ എന്ന് പറഞ്ഞാൽ toiletpaper.com ആണ്. അപ്പം ദീസ് ടൈപ്സ് ഓഫ് ഡൊമൈൻസ് ആർ ഈസി ടു റിമെമ്പർ, റാങ്ക് എക്സ്ട്രീംലി വെൽ ഇൻ ദ സെർച്ച് എഞ്ചിൻസ് ആൻഡ് ഓൾസോ ഗിവ് എ ക്ലിയർ ഐഡിയ ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ സൈറ്റ്. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റുമായിട്ട് മാച്ച് ആയിട്ടുള്ളൊരു വേർഡ് കിട്ടി, അത് സെർച്ച് എഞ്ചിനിൽ കൊടുക്കാനും എളുപ്പമായിരിക്കും. ആ കണ്ടന്റ് ഓഫ് ദ വെബ്സൈറ്റ് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും. ഓഫ് കോഴ്സ് ദർ ആർ ഡിമെറിറ്റ്സ് ടു ദിസ് അപ്രോച്ച്. അതിന് ഡിമെറിറ്റ്സും കാണും, കാരണം എല്ലാ പ്രൊഡക്റ്റിന്റെ കറക്റ്റ് വെച്ചിട്ടുള്ള നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുമല്ല. ഫോർ എക്സാമ്പിൾ, എ കീവേഡ് റിച്ച് ഡൊമൈൻ നെയിം ഈസ് ഓഫൺ വെരി എക്സ്പെൻസീവ് ടു പർച്ചേസ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഡൊമൈൻ നെയിംസ് എക്സ്പെൻസീവ് ആയിരിക്കും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജും അതിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ റിവ്യൂവിംഗ് വെബ് ഹോസ്റ്റ്. നമ്മൾ വെബ് ഹോസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ സ്റ്റോറേജ് സ്പേസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി കാണുന്നത്. ദർ ആർ മെനി ഫാക്ടേഴ്സ് ദാറ്റ് ഗോ ഇൻ ടു ദ റിവ്യൂ പ്രോസസ്. കോമൺ ഫാക്ടേഴ്സ് സച്ച് ആസ് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ്, their allowed traffic levels, how much storage is provided, its speed, the processing power of CPU, their uptime, quality of service and their customer support. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിവ്യൂ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വെബ് ഹോസ്റ്റിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ദെൻ നമുക്ക് അതിന്റെ റിവ്യൂ നടത്തുന്ന ആ റിവ്യൂ പ്രോസസ്സിന് എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് വൺ, ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ്. ഏത് ടൈപ്പ് ഹോസ്റ്റിംഗ് ആണ് എന്നുള്ളത് ഫസ്റ്റ്ലി നമ്മൾ ഡിസൈഡ് ചെയ്യണം. The type of hosting plays a large role in the evaluation of a web host. One host may have excellent shared hosting and terrible VPS hosting, or the other way around. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പാണ്, നമ്മളിപ്പോൾ 5 ഡിഫറെൻറ്റ് ടൈപ്പ് ഹോസ്റ്റിംഗ് പറഞ്ഞു. അതിൽ ഷെയർഡ് ഉണ്ട്, VPS ഷെയർഡ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഉണ്ട്, ഹോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് എക്സലന്റ് ആയിട്ട് തോന്നുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. സംടൈംസ് ഹോസ്റ്റ് ഫോക്കസ് ഓൺ ബീയിങ് ഗ്രേറ്റ് അറ്റ് സംതിങ് ലൈക്ക് വേർഡ് പ്രോസസിംഗ് ഹോസ്റ്റിംഗ്, വേർഡ്പ്രസ് ഹോസ്റ്റിംഗ്, ബട്ട് കുഡ് കെയർ ലെസ് അബൌട്ട് ദെയർ ഷെയർഡ് ഹോസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. നമുക്ക് ചിലപ്പോൾ തോന്നുന്ന വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ഒക്കെ അതുപോലെയുള്ള എന്തെങ്കിലും ഹോസ്റ്റിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർഡ് ഹോസ്റ്റിംഗ് ആയിരിക്കില്ല യൂസ് ചെയ്യുക. വി വാണ്ട് ടു സ്പെൻഡ് സം ടൈം ഡിറ്റർമിൻ വിച്ച് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് നീഡ് ഫോർ അവർ സൈറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് ഏതാന്നുള്ളത് സെലക്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ട് ചെയ്യുന്ന ഹോസ്റ്റിംഗ് ഏതാന്നുള്ളത് ഫസ്റ്റ്ലി ഡിസൈഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്ന ബാൻഡ്വിഡ്ത്ത് ഓർ ട്രാഫിക്. Bandwidth or traffic is allowed by a web hosting plan, refers to the amount of content sent from our server to a client browser. നമ്മളൊരു ബാൻഡ്വിഡ്ത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബാൻഡ്വിഡ്ത്തിലാണ് ഒരു വെബ് ഹോസ്റ്റിംഗ് അലോ ചെയ്യുന്നത്. അപ്പോൾ അത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ എമൗണ്ട് ഓഫ് കണ്ടന്റ് നമ്മുടെ സെർവറിൽ നിന്ന് ക്ലയന്റ് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ടു കാൽക്കുലേറ്റ് ദ മിനിമം ബാൻഡ്വിഡ്ത്ത് നീഡ് ഫോർ ബിഫോർ സൈനിങ് ഫോർ എ ഹോസ്റ്റിംഗ് പ്ലാൻ. അപ്പോൾ നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുക ഒരു മിനിമം ബാൻഡ്വിഡ്ത്ത് എത്ര വേണ്ടി വരും, നമ്മൾ ഈ സെർവറിൽ നിന്ന് ക്ലയന്റ് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് ഓഫ് ടൈം, എത്ര ഒരു ബാൻഡ്വിഡ്ത്ത് നമുക്ക് വേണ്ടി വരും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ദ ഫോളോയിങ് ഫോർമുല ഈസ് ഹെൽപ്ഫുൾ ടു ഡിറ്റർമിൻ ദ ബാൻഡ്വിഡ്ത്ത് നീഡഡ്. ബാൻഡ്വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോർമലി യൂസ് ചെയ്യുന്നത് ഈ ഒരു കാൽക്കുലേഷൻ ആണ്. വിസിറ്റേഴ്സ് പെർ മന്ത് ഇൻറ്റു പേജ് സൈസ് ഇൻറ്റു പേജ് പെർ വിസിറ്റ്. വിസിറ്റേഴ്സ് പെർ മന്ത് ഇൻറ്റു പേജ് സൈസ് ഇൻറ്റു പേജ് പെർ വിസിറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ബാൻഡ്വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us assume the average page size of our website is 1 MB. The site gets 1000 visitors, 10,000 visitors per month, and they average going to 2 pages each. Then our needed bandwidth calculation will be 20,000 visit into 1 MB per page into 2 page per visit. That is 40 GB of bandwidth. അപ്പം അങ്ങനെയായിരിക്കും നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ബാൻഡ്വിഡ്ത്ത് ആണ് നമുക്ക് വേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വിസിറ്റേഴ്സ് പെർ മന്ത്, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക പേജ് സൈസ് വിത്ത് പേജസ് പെർ വിസിറ്റ്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എമൗണ്ട് ഓഫ് ബാൻഡ്വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.
താങ്ക് യു.